ടർക്കിയിൽ നിന്നും വരുന്ന വാർത്തകൾ കേരള സുഡാപ്പികൾക്കും ലോക സുഡാപ്പികൾക്കും ദഹിക്കാൻ പോകുന്ന വാർത്തയല്ല. ഏകദേശം അവിടെയുള്ള ന്യൂസ് ഏജൻസി, അവിടുത്തെ ടർക്കിഷ് പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ചരിത്രപരമായ പ്രൊട്ടസ്റ്റാണ് ടർക്കിയിൽ നടക്കുന്നത്. ഏകദേശം ടർക്കിയുടെ 2 ഭാഗത്ത് പ്രൊട്ടസ്റ്റ്, അതായത് പ്രതിഷേധം കത്തിയങ്ങ് കയറി. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഡിക്റ്റേറ്ററായ ഉർദുഗോൻ മാറണം. സംഭവം സിമ്പിളും അല്ല, വളരെ വളരെ സീരിയസ് ആയിട്ട് പോവുകയാണ് സംഭവം. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെറുപ്പക്കാരാണ്, സ്റ്റുഡൻസ്, സ്ത്രീകൾ മുഴുവനും തെരുവിൽ രാത്രി ഉൾപ്പെടെ അവർ മൊബൈലിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പെട്ടെന്ന് സ്പാർക്ക് ചെയ്യാൻ കാരണം ഈ ടർക്കി പ്രസിഡന്റ് പെട്ടെന്നൊരു സ്നാപ്പ് പോൾ അങ്ങ് അറേഞ്ച് ചെയ്യുന്നു. കാരണം ഇയാൾ 22 വർഷമായി ടർക്കിയുടെ പ്രസിഡന്റാണ്. അടുത്ത ടൈമിലും കൂടെ ഇവിടെ പ്രസിഡന്റ് ആകാൻ വിട്ട സംഭവം നടക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അടുപ്പിച്ച്. അപ്പൊ പെട്ടെന്ന് 28 വരെയുള്ള സംഭവം മാറ്റിയിട്ട് പെട്ടെന്ന് എലക്ഷൻ നടത്തുവാണ്. അടുത്ത ടൈമും കൂടെ ഈ ഉർദുഗോന് അവിടെ പ്രസിഡന്റായിട്ട് തുടരാം. അപ്പൊ അതിന്റെ പ്രസിഡന്റായിട്ട് ഇയാൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞും അവിടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട്, അത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഇമോഗോളു, എക്രമെ ഇമോഗോളു, അയാളുടെ കാൻഡിഡേച്ചർ വരുന്നു. ഇവിടെയാണ് സംഭവത്തിന്റെ പിക്ചറങ്ങി മാറുന്നത്. ഇയാൾ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം AKP പാർട്ടി അവര് ഉർദുഗോനെ തന്നെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം അതിനുവേണ്ടിയാണ് പെട്ടെന്ന് എലക്ഷൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉർദുഗോന് പിടികിട്ടിയത് ഇയാളുടെ റേറ്റിംഗ് കുറഞ്ഞു. അതായത് കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ 40% മുകളിലായിരുന്ന പോപ്പുലാരിറ്റി ആയിരുന്നു ഉർദുഗോൻ ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് 32 താഴെയായിട്ടങ്ങ് മാറി. അതായത് പെട്ടെന്ന് താഴെ അങ്ങ് പോയി. അപ്പോൾ എലക്ഷൻ നടത്തുകയാണെങ്കിലും ഈ പറയുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഈസ്റ്റാംബൂളിൽ ഇപ്പോഴത്തെ മേയർ ഇമോഗോളു മത്സരിക്കുകയാണെങ്കിൽ ഇയാൾ തോറ്റുപോകും. ഇതിനാണ് ഇയാൾ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ കോടതികളെ, അപ്പെക്സ് കോർട്ടിനെ മുഴുവനും ഡിക്റ്റേറ്ററായാൽ ഇയാളുടെ കയ്യിലങ്ങാക്കി. അവരെ കൊണ്ട് പുതിയ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. കാരണം എന്താ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്തുവാ? ഇയാൾ ടെററിസ്റ്റ്, അതായത് കർഡിഷ് വർക്കേഴ്സ് പാർട്ടിയെ സഹായിക്കുന്നു. അവർക്ക് സാമ്പത്തിക സംഭവമേ ഇല്ല. ഇതാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ടർക്കി കറപ്റ്റഡായി. ആദ്യം ചെറിയ രീതിയിലായിരുന്നു പ്രൊട്ടസ്റ്റ്. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 100ഓളം പേരെ ആദ്യം ഇവനെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതിപക്ഷത്തുള്ള പല പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ CHP എന്ന് പറയുന്ന പ്രതിപക്ഷ പ്രധാനപ്പെട്ട പാർട്ടി, അതിന്റെ 100ഓളം നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അവിടെയുള്ള കർഡിഷ് വർക്കേഴ്സ് പാർട്ടിയും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരും മറ്റുള്ള ആൾക്കാരും പെട്ടെന്ന് ഗ്യാദർ ചെയ്തു. അതായത് ടർക്കിയുടെ എല്ലാ സിറ്റികളിലോട്ടും ഇതങ്ങ് വ്യാപിച്ചു. ഇപ്പൊ പോലീസിന് തടയാൻ പറ്റാത്ത രീതിയിലായി. അതിനകത്ത് മറ്റൊരു സംഭവം വരുന്നത്, പോലീസിലുള്ളവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അതായത് ഇയാൾ ലോ എൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച് അവർ തകർക്കാനും പിടിക്കാനൊക്കെ നോക്കുമ്പോൾ പോലീസ് വളരെ നിശബ്ദമായി. കാരണം പോലീസിന് ഇവരുടെ ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂ പിടികിട്ടി. കാരണം എർദോഗാൻ ഒരു ഡിക്റ്റേറ്ററാണ്. അവിടെ ഇസ്ലാമിക് ലോയും കടുത്ത നിയമവും ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ മുഴുവൻ ടർക്കിയെ നശിപ്പിക്കാൻ ഇയാൾ ഡെമോക്രസി മുഴുവനും നശിപ്പിച്ചാണ്. ഇസ്ലാമിക നിയമം കൊണ്ടുവന്നതിനെ തൊലയ്ക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ചെറുപ്പക്കാർക്ക് പിടികിട്ടി. അവിടെ തൊഴിലില്ല, എക്കോണമി ആണെങ്കിൽ ഏറ്റവും മോശം. അവരുടെ ഇന്നത്തെ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും താഴെ പോയി. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും താഴെ പോയി. ലിറ, അവരുടെ കറൻസി ഏറ്റവും റെക്കോർഡ് ലോ ആണ് കാണിക്കുന്നത്. ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ യൂറോപ്യൻ യൂണിയനും, അതായത് നാറ്റോ രാജ്യമാണല്ലോ ടർക്കി, അവർ നിർദ്ദേശം കൊടുത്തു, ഈ പോക്ക് പോവുകയാണെങ്കിൽ അതായത് ടർക്കി പ്രസിഡന്റിനെ മാറ്റേണ്ട സ്ഥിതിയാണ് അവിടെ ഉണ്ടാകുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. കാരണം ജനങ്ങളെ എതിർത്ത് അവിടെ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. കാരണം അയാൾ ആദ്യം പട്ടാളത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ അലയൻസ് രാജ്യങ്ങളും അമേരിക്കയും പറഞ്ഞു, ജനാധിപത്യമാണ്, അതിനകത്ത് തൊടാൻ പോകരുത്. സംഭവത്തിന്റെ പിച്ച് മുഴുവനും മാറി.
ഇനി മറ്റൊരു സംഭവം, എർദോഗന്റെ ജന്മനാട്ടിൽ അയാളുടെ ബന്ധുക്കളും അവരും എല്ലാം ഈ പ്രക്ഷോഭത്തിൽ ഇയാൾക്കെതിരെ പങ്കെടുക്കുക. ഇന്നത്തെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇവരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് ഡിക്റ്റേറ്റർ മാറണം, അതേപോലെ ടെററിസം, ഇസ്ലാമിക ടെററിസവുമായി ബന്ധപ്പെട്ടോ ഹമാസുമായി ബന്ധപ്പെട്ടുള്ളവരെ ഇപ്പോൾ പുറത്താക്കണം, അവരെ ഈ നാട്ടിൽ വെക്കാൻ പാടില്ല. അവരുടെ ഓഫീസ് അടിച്ചു പൊളിച്ചു ഇന്ന് ഇസ്താംബൂളിൽ ഈ പ്രക്ഷോഭകർ. അതായത് ഇവിടുത്തെ സുഡാപ്പികൾക്കുള്ള ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല ടർക്കിയിൽ നിന്ന് വരുന്ന വാർത്ത. എനിക്ക് തോന്നുന്നു ഈ പ്രക്ഷോഭം കുറച്ചും കൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉർദുഗാൻ രാജ്യമിടേണ്ട സ്ഥിതിയിലോട്ടാണ് മാറുന്നത്. കാരണം 2013 നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഉർദുഗാൻ കൂടുതലായിട്ട് അധികാരത്തിലോട്ട് കയറി വരുന്നത്, ശക്തമാക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ്, അയാളെ മാറ്റണം, ഡിക്റ്റേറ്റർ, ഇവിടെ രാജ്യത്ത് ഈ ഭരണം പാടില്ല, ഇതിനെ നശിപ്പിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ചെറുപ്പക്കാർക്കൊന്നും തൊഴിലില്ലാതായി, അവിടുത്തെ കറൻസി ഡീവാലുവേഷൻ, സാമ്പത്തികം മുഴുവനും തകർന്നു പോയി. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനെ ഉറുദുഗാൻ. കാരണം അമേരിക്കയുടെ സാങ്ഷൻ, പല രാജ്യങ്ങളും ടർക്കിയുമായിട്ട് ബിസിനസ് നടത്തുന്നില്ല, ഇസ്രായേലിന്റെ ഇഷ്യൂ എല്ലാം കൂടെ അയാളുടെ തലയിലോട്ട് കയറി വന്നു. ഇപ്പൊ 71 വയസ്സുകാരനായ ഉറുദുഗാന്റെ സ്ഥിതി എന്ന് പറയുന്നത് വല്ലാത്ത സ്ഥിതിയിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇത് ഈ പറയുന്ന പാലസും എല്ലാം കൂടെ രാത്രി വളയുവാണെങ്കിൽ ഇയാൾ ചിലപ്പോൾ എവിടെ രക്ഷപ്പെടും എന്നുള്ള കാര്യം പോലും സംശയമായി മാറി. കാരണം അത്ര രീതിയിലാണ് പ്രക്ഷോഭം നടക്കുന്ന. റോഡുകൾ മുഴുവൻ ഇവർ ബ്ലോക്കാക്കി. അതായത് പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റി. പോലീസ് നിശബ്ദമായിട്ട് നോക്കി നിൽക്കുക. കാരണം പോലീസിന് ജനങ്ങളുടെ മൂഡ് മനസ്സിലായി, ഇയാൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, വരാൻ പോകുന്ന ദിവസങ്ങളിലായിരിക്കും മനസ്സിലാക്കാൻ പോകുന്ന ടർക്കിയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്. ഉറുദുഗാന്റെ പരിപാടികളൊന്നും നടക്കത്തില്ല. ലോക രാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. ടർക്കി ഇങ്ങനെ പോകാൻ പറ്റില്ല, ജനാധിപത്യത്തിൽ തന്നെ പോകണം, ഡിക്റ്റേറ്റർഷിപ്പ് പാടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ഇതിനകത്ത് മറ്റുള്ള കളികളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഉറുദുഗാൻ ഇസ്രായേലിനെതിരെ നടപടി എടുത്തപ്പോൾ ഇസ്രായേലി സ്പൈ, അതായത് ടർക്കിയിലൊരു പത്രം റിപ്പോർട്ട് ചെയ്ത് ഈ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ചേർത്ത് സംഭവം മൂപ്പിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഇനി വരാനുള്ള ദിവസങ്ങളിലാണ് കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഉറുദുഗാൻ അതിനെ സർവൈവ് ചെയ്യുന്ന, ആ രാഷ്ട്രീയ പാർട്ടിയും ഉറുദുഗാൻ അവിടെ അയാൾ ഇനി മത്സരിക്കുമോ അതോ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറുമോ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ദിവസം കൃത്യമായിട്ട് നമുക്ക് പിക്ചർ കിട്ടും. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.